ചിന്നിയും കുടിക്കുന്ന വേണ്ട. എന്നെ തെറി പറയും. എടുത്തോളൂ തന്നെ. ദൈവത്തിൻ്റെ കരുതലും നമ്മുടെ കഴിവല്ല, ദൈവത്തിൻ്റെ. എന്നെ ജീവൻ തന്നെ എൻ്റെ യേശുവിൻ്റെ കരുതൽ മാത്രമേ ഉള്ളൂ. അതേ ഞാൻ പറയുള്ളൂ, വേറെ ഒന്നും. പ്രളയം വന്നപ്പോൾ വെള്ളം വന്നപ്പോൾ എവിടേക്കാ പോയത്? ഇവിടെ തന്നെ ഇവിടുന്ന് വേഗം മാറിയോ? വെള്ളം വന്നപ്പോൾ പിറ്റേ ദിവസം ഞങ്ങൾ അങ്ങോട്ട് തന്നെ പോയി. അന്ന് അമ്മേനെ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റി? അമ്മനെ ഓട്ടോറിക്ഷ കൊണ്ടുപോയിട്ട് അമ്മ നടക്കൂ, അമ്മനെ പിടിച്ചെടുത്തുകൊണ്ട് വേണ്ട. അപ്പുറം പിടിച്ചിട്ട് എന്ത് ചെയ്യാൻ? ആരും പോരില്ലാത്തവർക്ക് ദൈവം യേശു മാത്രം. യേശു രക്ഷിക്കാൻ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, ഞാൻ എൻ്റെ സമാധാനം തന്നയിച്ചു പോകുന്നു. ലോകം തരുന്ന സമാധാനമല്ല എൻ്റെ സമാധാനം. എൻ്റെ സമാധാനം നിങ്ങളിൽ നിന്ന് ആർക്കും എടുത്ത് മാറ്റാൻ പറ്റില്ല. ഇതിൽ വലിയ വേറൊന്നുമില്ല എൻ്റെ ജീവിതത്തിൽ. ആ സമാധാനം ദൈവം തന്നു. അന്തം വിട്ട് 1 മണിക്ക് രാത്രി എണീറ്റിരിക്കണാണ്. വെള്ളം പഴങ്ങാട് തുടങ്ങിയിട്ട് ഒരു നിപ്പില്ലാത്ത ഈ തോടുന്നിട്ട് കവിഞ്ഞിട്ട് നിറയെ റോഡൊക്കെ ഫുള്ളായില്ല. വെള്ളം ഇതൊക്കെ ഫുള്ള് വെള്ളമായി. ആരുമില്ല, ഒന്നും പറയണ്ട. എൻ്റെ പൊന്നു പോലെ. പക്ഷെ മൊത്തം പോയി. ഇതവിടെയൊക്കെ കുഴിയായല്ലോ. അയ്യോ, അത്രയും പോയില്ലേ? കൊലയിലൊന്നും ഇല്ലല്ലോ. എന്നിട്ട് ഈ വരമ്പത്തിൽ കൂടെ പോവുകയാണ്. അപ്പോൾ ഈ കണ്ണ് തട്ടുന്ന ആൾ എന്ത് തട്ടിയാലും കണ്ണ് തട്ടിയാൽ അത് ഫലിക്കും. അപ്പോൾ ഇയാൾ വരമ്പത്തിൽ കൂടെ പോണ സമയത്ത് എന്താ പറയുക, കതിര് നെല്ലിങ്ങനെ നല്ലോണം നിൽക്കുകയാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞു, എന്താ പറയുക കതിര്, അതിൻ്റെ ഇടയിൽ കൂടെ ഓരോ ചാമയേ ഉള്ളൂ, ഉള്ള കതിരൊക്കെ നല്ലതാണ് പറഞ്ഞു. അയ്യോ, അപ്പോൾ ഈ ഉടമസ്ഥൻ എന്ത് വിചാരിച്ചു, എന്താ ഈ കണ്ണിട്ടിന്? അപ്പോൾ ആ കൊല്ലം എന്ത് ചെയ്ത് ഉള്ള കതിരൊക്കെയും പോയി, 2 ചാമ മാത്രമായി കണ്ടത്തിൽ. അപ്പോൾ ഇയാളെന്ത് ചെയ്തു, പിറ്റത്തെ കൊല്ലം ഞാറ് നട്ടു, കതിരായപ്പോൾ വരമ്പിൻ്റെ ഓരത്തിൽ കൂടെ കൊണ്ടുവന്നു. ഇയാളെ ഈ കണ്ണിട്ടിന് ആളെ കൊണ്ടുവന്നപ്പോൾ ഇയാൾ നോക്കുമ്പോൾ മൊത്തം ചാമ കണ്ടത്തിൽ, മൊത്തം ചാമ. അതിൻ്റെ ഇടയിൽ 2-3 കതിരേ ഉള്ളൂ. അപ്പോൾ ഈ കണ്ണുകെട്ടിനാൾ എന്ത് പറഞ്ഞെന്നറിയോ, മൊത്തം ചാമയാണെങ്കിലും അതിൻ്റെ ഇടയിൽ 2 കതിരുള്ളത് നല്ല കതിരാണെന്ന്. അപ്പോൾ ഉള്ള കതിരും പോയി, ചാമ കൂടിയും പോയി. മാറടാ, വണ്ടി വരുന്നു, മാറണമെങ്കിൽ സെൻറ്ററിലിരിക്കണത് ഷിഷാഖാണ്. ഡാ ഇവിള് വിളിക്കണത് കാര്യം. എൻ്റെ കൂടെ ഒന്നും വേണ്ട, നിൻ്റെ കൂടെ നീ വിളിക്ക്. അയ്യോടാ അടി, നീ അതിന് നോക്കുന്നുണ്ട്, ചോറൊക്കെ കൊടുക്കും. വെരി ഗുഡ് കേട്ടോ, ശരി എന്നാ ടാറ്റ. എടാ വരുന്നുണ്ടോ? ബാ ആടാ, അണിയ വന്നോ? ബാ ഡാ. ഓ മൈൻഡ് പുതച്ച് കിടക്കാന്ന മഴയത്ത്. എന്നാ ഒരിക്കലും നാളെ ബാബു അവറൊന്നും കാണിക്കണ്ട. പഠിക്കണം അല്ല, ഇത് ഒറ്റ പണി ചെയ്തിട്ടില്ലേ? കുടുംബത്തിന് ആര് കുത്തിക്ക് മുണങ്ങണെങ്കിൽ ജലപാനൊക്കെ വെച്ചിട്ടില്ലേ? അയ്യോ, ആണെങ്കിലേ ഒരു ജലപാനം വെച്ചിട്ടില്ലാന്ന്. അതെടുത്തിട്ടേ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ചേച്ചി ഇങ്ങോട്ട് വാ, ദീവാ. അവരവിടേക്ക് പോകണമെങ്കിൽ പോയാൽ മതിയായിരുന്നു. എന്ത് നല്ല ചന്തണ്ട്. കൊട എന്ത് ഭംഗിയാ, കൊട നല്ല. താഴെ ഒന്നും വേണ്ട. മഴക്കാലമല്ലേ, മഴയില്ലേ, പൂക്കാലമല്ലേ,
മഴക്കാല മേഘം കൊണ്ട് ഊഞ്ഞാലാടിയത്. ആ അത് തേടി 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 പിന്നെ മറന്നു. ചേച്ചി തക്കാളി ഇടാണ്ടാണോ കൂട്ടാൻ വെച്ചത്? എനിക്ക് വയ്യ. അമ്മ തക്കാളി ഇനി അവിടെ ഇരിക്കട്ടെ, നാളെ ഇടാം കേട്ടോ. നല്ല പേരിന് മഴയും വെള്ളം കെട്ടിക്കൊടുക്കണ്ട. നല്ല ചോദ്യം, നല്ല ഉത്തരം. ആ അതന്നെ എന്താ മഴ നോക്ക് ഈ മഴയത്തില്ല ചേച്ചി. എന്താ ഉള്ളിയും പരിപ്പോ കൂട്ടാൻ കൊടുക്കുന്നത്? വീട്ടിലാണോ? ആ തക്കാളി ഇട്ടോന്ന് ഓർമ്മയില്ലേ? ഏതാ ചോറ് പത്രത്തിലേക്ക്. എന്താ കൂട്ടാൻ? ആണോ മോളി ചേച്ചി? ഇങ്ങോട്ട് നിൽക്ക്, ഇങ്ങോട്ട് നിൽക്ക്, ഇങ്ങോട്ട് നിൽക്ക്, ബിരിയാണിക്ക് നിൽക്ക്, അങ്ങോട്ട് നിൽക്ക്. താത്ത അങ്ങോട്ട് നിൽക്ക്, ഒരു കൂട്ടപ്പോ അങ്ങോട്ട് നിൽക്ക്. ചിന്ന ചേച്ചി പ്ലീസ്, ഐ വാണ്ട്. ഇങ്ങോട്ട് നിൽക്ക്, എന്താടി ചോദിക്കോണ്ട് ഇങ്ങോട്ട് ഒരു ഫോട്ടോഷൂട്ട് പ്ലീസ്. ചേച്ചി ഏത് കാലത്ത് എൻ്റെ കൂടെ ഉണ്ടാവില്ലേ? അതാ അയ്യേ കാശ് കിട്ടട്ടെ. അതാ ചുരിദാറാ എവിടെ? ആ വേഗം കൊട നിർത്തിക്കോ, ഇനി കൊട നിർത്തി നിന്നോ. ആകൃതി മാറ്റാൻ പറ്റില്ല. ഇഷ്ടംപോലെ എടുത്താ പൈസ ഒരു കുഴപ്പമില്ല. എങ്ങനെ കണ്ടൂടെ? ഇവിടെ തന്നെ ഉണ്ടാവേ. ഇതിലും ലോകത്തന്നേ പോവില്ല. എടുത്തിട്ട് തന്നെ പൊത്തി പിടിച്ചിട്ട് നിൽക്കുന്നത് നോക്ക്. മൂന്നാള് നമ്മള് ചെരുപ്പ് കടിക്കണി, ചെരുപ്പ് കടിക്കണി, ഇനി വാങ്ങി തരണം കേട്ടോ. ചെരുപ്പോ? ചെരുപ്പില്ലേ? ഉണ്ട് 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 ചെരുപ്പുണ്ട്. നോക്ക് ഇങ്ങനത്തെ പഠിച്ചു എവിടെ പോയാലും ഇത് ഇതാ കൂടെ. ഇത് നല്ലതാ. ചേച്ചി താത്ത മൈലാഞ്ചി കിട്ടുന്ന കാലില് ചളി ചേറാ കാട്ടിൽ കെട്ടാൻ പോയില്ലേ? നീ വന്നില്ലല്ലോ. എന്റെ പൊന്നു മാളെ, കാലൊക്കെ അങ്ങോട്ട് അളഞ്ഞിട്ട് ഒഴിക്കാൻ ഇറങ്ങാൻ പറ്റില്ലടി. എന്നിട്ട് മൈലാഞ്ചി ഇട്ടു, പിന്നെ ഓയിൽമെന്റ് സാജിനോടെ പോയി ഓയിൽമെന്റ് പൊടിച്ചു, ചുടുവെള്ളം വെച്ച് ഒഴിച്ചു, മഞ്ഞപ്പൊടി കൂടിയിട്ട് എന്നിട്ടാണ് കാലാളിയിൽ മാറി. ഇനിയിപ്പോ ഷൂ പോലത്തെ സാധനം ഉണ്ടായി മേടിച്ചിട്ട് പറയ്. ഇന്ന് പണിയുണ്ടോ ഇല്ലേ? പറയും ഇല്ല. വെരി ഗുഡ്. നാളെ കോഴി ഇറച്ചി ദോശ ഉണ്ടാക്കി. അതെ ഒക്കെ കഴിക്കണേ ഈ കർക്കിടക മാസത്തില്. അതെ ഇഷ്ടല്ലേ? മാമയുടെ വീട്ടില് ഞങ്ങളുടെ വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരിറച്ചി കഷ്ണം കണ്ടിട്ട് തൊട്ടില്ല. 2 കോഴിയായിരുന്നു. 2 കോഴി കണ്ടിട്ട് ചേച്ചി തൊട്ടില്ല നീ കർക്കിടക മാസത്തില്? കോഴി തൊട്ടിട്ട് വയ്യ. അതെ ആ 1 കിലോ എടുത്താ. ആ നാളെ വെളിയിടന എവിടെയാ? നാളെ ഞങ്ങളുടെ മൂച്ചിക്കുളം നിറഞ്ഞു തേട്ടി നിൽക്കുന്നുണ്ട് വെള്ളം. തേട്ടിട്ടോ? മൂച്ചിക്കുളത്തിലോ? തേട്ടി പറഞ്ഞ കവിഞ്ഞിട്ട് കവിഞ്ഞ്. ആ ആ മൊത്തം വെള്ളം പ്രളയല്ലേ? അപ്പൊ ഞങ്ങളങ്ങനെ അങ്ങോട്ട് അവിടെ പോകും. എവിടത്തെ അത് ചോദിച്ചു നരിക്കൊണ്ടു കിടന്നുറങ്ങുമ്പോ പുതപ്പ് വേണ്ട. ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് കിടന്നുറങ്ങിയ നടക്കൂല, നനയൂല്ല. 100 റുപ്യ ഉള്ളതിനും ഓട പിടിക്കണേക്കാണ്ട് നല്ലതാണേ. നല്ലതാണ്. ആ നനയൂല്ല. ഇത് എടുത്തു കുത്തിയല്ലേ കാലിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നൈറ്റി. ഇതാണ്ട് ഇത്രയും ഇറക്കമുണ്ട് കണ്ടോ. ഇപ്പൊ എല്ലാ ആൾക്കാരും ഇങ്ങനത്തെയാണ്. ഞാൻ അതിനോട് കോട എടുക്കണേക്കാട്ടും നല്ലത് ഇതാ പറഞ്ഞിട്ട്. ആ ദിവസം തിരുമ്പല് നിർത്തി. ഞാൻ ആഴ്ചയല്ല ഇപ്പൊ തിരുമ്പണ്. ഒരാഴ്ചക്കുള്ളതുണ്ട്. 2 ആളുടെ ഉള്ളു പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു പരപ്പുണ്ടാവും തുണി. ആ അത് വേണം, അത് വേണം. സത്യം നോക്കി നടക്കാൻ അങ്ങോട്ട് നടക്കും. ഇത് കൂടെ പ്രതി കൂടെ പോ. ഇത് കൂടെ നല്ല വഴി. ആ വെള്ളത്തിൽ പോയി പെടണ്ടായിട്ട് അവിടെ നിന്ന്
എടങ്ങാഴി എന്നിട്ടൊരു കാര്യമില്ല, പത്തടങ്ങാഴി എറിഞ്ഞു വരും. ഞങ്ങൾ വരാനൊക്കെ വരാം. എടങ്ങാഴി എറിയിട്ടിട്ട് എന്ത് മൂക്കി കൂടെ വലിക്കാനോ? ഈ മഴയത്തൊന്നും ആരും പണിയില്ല അല്ലേ? ഇവിടെയൊക്കെ ഒലിച്ചു പോയില്ലേ? മാറി, ഞാനിതൊന്നും എടുക്കട്ടെ. ഒക്കെ ഒലിച്ചു പോയി. മഴയാണ്, പോയിക്കോ പോയിക്കോ. നാളെ പണിയാൻ വരുന്നുണ്ടോ? നാളെ ഇല്ലല്ലോ. ഒന്നും പറഞ്ഞില്ലല്ലോ. അതെ, നാളെ ഇല്ല അത്രേ. ഏയ് ഫോണ് വന്നപ്പോ ഓ നിങ്ങക്ക് ചിലര് പണിയിലിട്ട് പറയണം. നിങ്ങക്ക് തീർച്ചയാക്കില്ല. ഇവിടെ തന്നെ വന്നിട്ട് ഞങ്ങൾ പറയാ. ചില ആൾക്കാർ പണിയിലിട്ട് ചിലപ്പോ പണിയെന്ന് പറയുന്നുണ്ട്.